ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേ ഭാര്യ പൂമുഖത്ത് നിൽക്കുന്നു. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്ങളെന്ന് കവി അവതരിപ്പിച്ച ഭാര്യയല്ല, ഇതൊരു ഒന്നാന്തരം അപരാധം തന്നെയാണ്. അവതാരം തന്നെയാണ്. മകന്റെ യൂണിഫോം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഭവതിയുടെ ഉമ്മറത്തുള്ള ലൈവ് നിൽപ്പ്. അരിമാവിൽ ഈസ്റ്റിട്ട് പുളിച്ചു പൊങ്ങിയതുപോലെ വീർത്തിരിക്കുന്ന മുഖം. ഇതൊന്ന് ചുങ്ങി നോർമൽ മുഖമായി ആ മോന്ത കണ്ട് മരിക്കാനുള്ള വിധി തരണേ ദൈവമേ എന്ന പ്രാർത്ഥന മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ലൈവിൽ നിൽക്കുന്ന ഭാര്യയുടെ മുന്നിലെത്തി ലെവലിൽ നിന്നു ഞാൻ. ഒരു ലവറിനെ പോലെ കവിളത്തൊരു നുള്ള ലൈക്ക് കൊടുത്തിട്ട് ഒരു കിടുക്കാച്ചി കമന്റ് അങ്ങ് കാച്ചി. വഴിയിലോട്ട് കണ്ണു നട്ട് ഭർത്താവിനെ കാത്തിരിക്കുന്ന നീയാണ് മോളെ നല്ല ഭാര്യ, സ്നേഹമുള്ള ഭാര്യ. ഇന്നത്തെ കാലത്ത് വീട്ടമ്മമാരുടെ നോട്ടം വഴിയിലല്ലല്ലോ, വഴിമാറി ഓൺലൈനിലല്ലേ. അവിടെയാണ് നീ വേറിട്ട് നിന്ന്. അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ, ആശംസകൾ. തുടരുക ഈ സ്വഭാവം. വീർത്ത കവിളുകളൊന്ന് അനങ്ങി. പല്ലുകൾക്കുള്ളിൽ രാജ്ഞിയെപ്പോലെ കിടന്നുറങ്ങിയ നാവണീറ്റതിൻ്റെ സൂചന. എല്ലില്ലാത്ത ആ ആയുധം അധരങ്ങളെ ഭേദിച്ച് പുറത്തേക്ക് വന്നു. ഘനഗംഭീര ശബ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ കുറെ വാക്കുകളായി. ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നോ? എന്ത് സാധനം? കൊണ്ടുവന്നില്ല അല്ലേ? എനിക്കറിയാം നിങ്ങൾ മറക്കൂന്ന്. കൊക്കെത്ര കുളം കണ്ടിരിക്കുന്നു എന്നത് അവളങ്ങ് മാറ്റി. പോസ്റ്റ് എത്ര ലൈക്ക് കണ്ടിരിക്കുന്നു. ന്യൂ പഴഞ്ചൊല്ലിയിൽ പുച്ഛ ഭാവം. കയ്യിലിരുന്ന മകന്റെ യൂണിഫോം കാണിച്ചുകൊണ്ട്. ഒരൊറ്റ ബട്ടൺസ് ഇല്ല, എല്ലാം പൊട്ടിച്ചോണ്ടാ വന്നിരിക്കുന്നത്. അതൊന്ന് സ്റ്റിച്ച് ചെയ്യാനാ ഒരു സൂചി കൊണ്ടുവരാൻ പറഞ്ഞ്. എടി അതിന് ഞാൻ ബസ്സിലാ വന്ന്. അത് ശരി, ഒരു സൂചി കൊണ്ടുവരാൻ പിന്നെ ടാക്സിയിൽ വരണോ? വേണം, ബസ്സിൽ ഭയങ്കര തിരക്ക്. സൂചി കുത്ത ഇടലായിരുന്നു. പിന്നെ എങ്ങനെയാടി ഞാൻ സൂചി കൊണ്ടുവരിക? തിരക്ക് ബസ്സിലല്ലേ? പക്ഷെ സൂചി കുത്താൻ ഇടലല്ലോ. എന്റെ മനുഷ്യ, ബസ്സിൽ തിരക്കായിക്കോട്ടെ, സൂചി പോക്കറ്റിലിട്ടൂടെ? അതെങ്ങനെ ശരിയാവും? തിരക്കുള്ള ബസ്സിലല്ലേ ഞാൻ, അവിടെ സൂചി കുത്താൻ ഇടയില്ലല്ലോ. സൂചി നിങ്ങളുടെ പോക്കറ്റിലിട്ടൂടെ മനുഷ്യ? എടി, സൂചി കുത്താൻ ഇടയില്ലാത്തടത്ത് എങ്ങനെ സൂചി പോക്കറ്റിലിടും? എന്റെ പൊന്നെ, സൂചി കൈ പിടിച്ചൂടെ? സൂചി കുത്താൻ ഇടലല്ലോ, പിന്നെ എങ്ങനെ കൈ പിടിക്കും? മനുഷ്യ, എനിക്ക് ചൊറിഞ്ഞു കയറുന്നു. അതുപോലെ കരപ്പിനാവും, കഷായം നല്ലതാ. ഗുരുവായൂരപ്പോ, ഗുരുവായൂരപ്പനല്ലടി, കരപ്പൻ അപ്പനാടി. മകന്റെ യൂണിഫോമിന്റെ നെഞ്ചത്തേക്ക് എറിഞ്ഞ് മിസൈല് പോകുന്ന പോലെ അവളൊരു പോക്ക്. കോർക്കാൻ പറ്റാത്ത സൂചിയും നൂലും പോലെ അന്നത്തെ രാത്രി കട്ടിലിന്റെ രണ്ടതിരിൽ രണ്ടുപേരും കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ അയലത്തെ വീട്ടിൽ നിന്ന് വായ്പ വാങ്ങിയ സൂചി കൊണ്ട് മകന്റെ യൂണിഫോമിൽ ബട്ടൺസ് തുന്നിച്ചേർത്തു. ഒരു സൂചി വാങ്ങണമെന്ന ദൃഢനിശ്ചയത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അരിമാവിൽ ഈസ്റ്റിട്ട് പൊന്തിച്ച കവിളുകളുമായി അവൾ അപ്പോഴും അടുക്കളയിലുണ്ട്. വാങ്ങിക്കൊണ്ടുവരുന്ന സൂചി കൊണ്ട് അവളുടെ വീർത്ത കവിൾ കുത്തി പൊട്ടിക്കണം. മൂശേട്ട. ഒരു കണക്കിന് കവിളൊട്ടിയ പെണ്ണുങ്ങളാണ് നല്ലത്. വീർത്ത് വന്നാലും നോർമലാകുമ്പോൾ ഒട്ടിയ കവിളാവുമല്ലോ. ഇത് പൊതുവെ കവിള് ചാടിയൊരു സാധനം. ഒരു ഉമ്മ കൊടുത്താലൊന്നും ഒരു രോമാഞ്ചം ഏൽക്കാത്ത കവിള്. അല്ലെങ്കിൽ പിന്നെ ഒരു രാത്രി മൊത്തം കവിളിൽ മുഖം വെച്ച് ചുംബിച്ച് കിടന്നുറങ്ങണം. അത്രയ്ക്ക് വലിയ കവിളുകളാണ് അവൾക്ക്. അത് വീർത്താലും കൂടിയുള്ള അവസ്ഥ എന്താ? പോരാത്തതിന് കുഴൽക്കിണർ പോലുള്ള നുണക്കുഴി. മുഖം കഴുകിയതിന് ശേഷം 10 മിനിറ്റ് വാഷ് ബേസിൽ കവിൾ ചെരിച്ചു പിടിച്ചാലേ നുണക്കുഴിയിൽ തങ്ങിയ വെള്ളം പുറത്തേക്ക് പോവുകയുള്ളൂ. അമ്മാതിരി നുണക്കുഴിയാ. വൈകിട്ട് പൂമുഖത്ത് ഭാര്യ ലൈവിലില്ല. കഥക് തള്ളി തുറന്ന് അകത്ത് കയറി. അതാ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ഭാര്യ. കാറ്റുപോയ ബലൂൺ പോലെ കവിളുകൾ. ചിരിക്കുന്ന ആ മുഖം കണ്ടപ്പോൾ ഞാൻ എല്ലാം മറന്നു. ചിരിച്ച മുഖവുമായി നടക്കുന്ന ഭാര്യ ഭർത്താവിൻ്റെ ഔഷധമാണ്. അവൻ്റെ പോസിറ്റീവ് എനർജിയാണ്. സൂചി കൊണ്ടുവന്നോ? സൗമ്യതയോടെയുള്ള ചോദ്യം. രാവിലെ തന്നെ സൂചി വാങ്ങി ഞാൻ പോക്കറ്റിലിട്ടടി. കാരണം വൈകിട്ട് ബസ്സിൽ സൂചി കുത്താൻ ഇടമുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇങ്ങെടുത്തോ, അയൽപ്പക്കത്തൊരെണ്ണം കൊടുക്കാനുണ്ട്. എടി, സൂചിയായിട്ട് ബസ്സിൽ കയറിയത് ഭയങ്കര തിരക്ക്. തിരക്കിനിടയിൽ കമ്പിൽ തൂങ്ങിയ പെൺകുട്ടിയൊരുത്തൻ തട്ടി മുട്ടി നിൽക്കുന്നു. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നിലെ ആങ്ങള ഉണർന്നു. ആരുണർന്നു? ആങ്ങളാ, അതായത് ബ്രോ ഉണർന്നു. ആ പെൺകുട്ടി എൻ്റെ നേരെ നോക്കിയപ്പോൾ ഒന്നും മടിച്ചില്ല. പോക്കറ്റുണ്ടായിരുന്ന സൂചി എടുത്ത് ആ പൂവാലൻ്റെ ചന്തിക്കൊരൊറ്റ കുത്തു വെച്ച് കൊടുത്തു ഞാൻ. നല്ല കാര്യം ചേട്ടാ. പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ബസ്സിൽ വെച്ച് കൊടുത്ത് എൻ്റെ പുറകിൽ വന്ന് ചേർന്ന് നിന്നു. എന്നിട്ട്? ആകാംക്ഷയോടെ ബാക്കി കേൾക്കാൻ കൗതുകമേറി എനിക്ക്. പറയടി. ഞാനവനോട് ചൂടായി. മിടുക്കി. അങ്ങനെ വേണം പെണ്ണുങ്ങൾ പ്രതികരിക്കണം. ആട്ടെ, നീ എന്നാ പറഞ്ഞടി? താൻ ഇത്രയും നേരം എവിടെ ആയിരുന്നടോ? എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി എന്ന് പറഞ്ഞ് ഞാൻ ചൂടായി. അത് ശരി, നീ ആള് കൊള്ളാലോ. അതല്ല അന്ധകാലം. അതിരിക്കട്ടെ, എന്നിട്ട് സൂചി എവിടെ? എൻ്റെ ആ സൂചിയുടെ കുത്തിയേറ്റ അയാൾ വേദന കൊണ്ട് അലറി. സൂചിയാണെങ്കിൽ അയാളുടെ ചന്തിയിലേക്ക് ലേശം ആഴ്ന്ന് ഇറങ്ങുകയും ചെയ്തു. ദൈവമേ! എന്നിട്ട് ഈ സമയം ഏതൊരു സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അയാളെ പിടിച്ചിരുത്തിയടി. കഷ്ടകാലം നോക്കണേ. സൂചി ഒന്നുകൂടെ ചന്തിയിലേക്ക് ആഴ്ന്നിറങ്ങി. വേദന കൊണ്ട് ചാടിണീറ്റ് അയാൾ അലറിക്കരഞ്ഞു. ബസ് നിർത്തി.
അപ്പോഴല്ലേ വേറൊരു സത്യം അറിഞ്ഞ്. അതെന്താ? അയാൾ തട്ടിയും മുട്ടിയും നിന്ന് അങ്ങയുടെ ഭാര്യയെ തന്നെ ആയിരുന്നടി. സംഗതി പന്തികേടാവുന്ന കരുതി ബസ്സിന്റെ പിന്നിലെ ഡോറിലൂടെ ഞാൻ ചാടി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടടി. എന്റെ മനുഷ്യ, ബസ്സിൽ ആരെങ്കിലും ആരെ വേണമെങ്കിലും തട്ടിമുട്ടി നിൽക്കട്ടെ, നിങ്ങൾ എന്തിനാ അവിടേക്ക് ശ്രദ്ധിക്കുന്നത്? ശ്രദ്ധിച്ചു എന്ന് കരുതി കുഴപ്പമില്ലടി, എന്നിൽ ആങ്ങൾ ഉണർന്ന ആ പ്രശ്നമായത്. അത്തായം കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. ദേ പിന്നെ ഒരു കാര്യം, ഉണർന്നിരിക്കുന്ന ആങ്ങളെയും കൊണ്ട് റൂമിലേക്ക് കയറിയേക്കരുത്. അർത്ഥം വെച്ചുള്ള ചിരിയും ചിരിച്ച് അവൾ എഴുന്നേറ്റ് പോയപ്പോൾ അവളുടെ വീർത്ത കവിളിണയിൽ നുണക്കുഴി വിരിഞ്ഞു.